അതെ, വയനാട്ടിൽ ദുരന്തബാധിതർക്കായി സർക്കാർ നിർമ്മിച്ച ടൗൺഷിപ്പിലേക്കുള്ള മമ്മൂട്ടിയുടെ സന്ദർശനം ആഘോഷത്തിനിപ്പുറം വലിയ വിവാദമായി മാറിയിരുന്നു. CPM വയനാട് ജില്ലാ സെക്രട്ടറി റഫീഖിനോട് മാറി നിൽക്കാൻ മമ്മൂട്ടി പറയുന്ന വീഡിയോ വൈറലായതോടെ രൂക്ഷമായ വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ നടന് നേരെ നടന്നത്. പിന്നാലെ മമ്മൂട്ടി തന്നെ റഫീഖിനെ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ മമ്മൂട്ടിയോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പരസ്യമായി മാപ്പ് പറയുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തുകയും ചെയ്തു. അതിനിടെ വിവാദ വിഷയം ചർച്ച ചെയ്ത ന്യൂസ് 18 കേരളത്തിലെ പൊതുവേദി എന്ന പരിപാടിയിലെത്തിക്കെ മമ്മൂട്ടിയുടെ അയൽക്കാരൻ എന്ന് അവകാശപ്പെടുന്ന വിളിച്ച ആൾ ഉന്നയിച്ച ആരോപണങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് വീണ്ടും. വൈറ്റിലയിൽ നിന്നുള്ള രാധാകൃഷ്ണൻ എന്ന ആളാണ് മമ്മൂട്ടിയുടെ വീട്ടിൽ നിന്ന് കക്കൂസ് മാലിന്യം പുറത്തേക്ക് ഒഴിക്കുന്നതെന്നും അത് പ്രതിഷേധത്തിന് ഇടാക്കിയെന്നും എന്നാൽ മാധ്യമങ്ങൾ വാർത്തയായില്ലെന്നും ആരോപിച്ച് രംഗത്ത് വന്നത്. രാധാകൃഷ്ണന്റെ വാക്കുകൾ ഇങ്ങനെ: പൊതുബോധം ജനങ്ങൾക്കിടയിൽ ആവശ്യം വരുമ്പോൾ ഓടിവരുന്നവരാണ്. സിനിമാ നടന്മാർക്ക് മീഡിയയെ കാണുമ്പോൾ മാത്രമല്ല ജനങ്ങളോട് സ്നേഹം, അല്ലെങ്കിൽ ജനങ്ങളോട് പുച്ഛമാണ്, പ്രത്യേകിച്ച് മമ്മൂട്ടിക്ക്. നടൻ എന്ന നിലയിൽ മമ്മൂട്ടി നല്ലതാണ്, പക്ഷേ വ്യക്തി എന്ന നിലയിൽ അങ്ങനെയല്ല. പെരുമാറ്റം അത്രയും താഴ്ന്ന നിലയ്ക്കാണ്. മമ്മൂട്ടിയുടെ വീട്ടിൽ നിന്ന് കക്കൂസ് മാലിന്യം പുറത്തേക്ക് ഒഴുകിയപ്പോൾ തങ്ങൾ അവിടെ ചെന്ന് പ്രതിഷേധിച്ചിരുന്നു. അത് മാധ്യമങ്ങളൊന്നും വാർത്തയാക്കിയില്ല. അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ ഇത് പരാതി വന്നിരുന്നു. ഇത്ര വൃത്തികെട്ട പരിപാടി ചെയ്യുന്ന നടന്മാർ വേറെയില്ല. നടന്മാർ പൊതുവെ ജനങ്ങളുമായി ബന്ധമുള്ളവരാണ്. ജനങ്ങളോട് സ്നേഹമോ സഹതാപമോ തോന്നണമെങ്കിൽ അവർക്ക് മീഡിയ വേണം. മമ്മൂട്ടിയുടെ വീട് സമീപത്താണ് സമ്മതിക്കുന്നത്. മമ്മൂട്ടി ഒരു നല്ല അയൽക്കാരനല്ല. അവിടുത്തെ ജനങ്ങളുമായി അത്ര നല്ല ബന്ധമുള്ള അല്ല ആളുടെ അദ്ദേഹത്തിനുള്ളത്. ഇത്ര മോശം രീതിയിൽ പെരുമാറുന്ന മറ്റൊരു നടനില്ല. കേരളം മാലിന്യമുക്തമാക്കണം എന്നൊക്കെ പറയും പുറത്ത്, പക്ഷേ കാണിക്കുന്നത് ഇതുപോലുള്ള പരിപാടികളാണ്.